ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവ് അതിന് വന്നോ? 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 വന്നു? പിന്നെ എന്തൊരു സന്തോഷം കൂടി കാണാത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കരുത് അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ നമ്മൾ? ആണോ? ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? അതെ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്നത് അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് അല്ലേ? അങ്ങനെയുള്ളവരുടെ കരകെട്ടിക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ബോധ്യമുള്ളവർ മാത്രം കരകെട്ടിക്ക്. ഹല്ലേലൂയ. രണ്ടുപേര് കരകെട്ടാത്തേണ്ടി ഞാൻ ചോദിക്കുന്നത് പിന്നീട് ഒറ്റയ്ക്ക് വരും. പിന്നീട് അതിൽ ആരൊക്കെ കെട്ടാതെ ടോമിയുണ്ട്, ഷൈനിക, രണ്ടുപേരും ഒപ്പം. ഷൈനി കെട്ടിയിട്ടുണ്ട്, ഷൈനി കെട്ടിയിട്ടുണ്ട്, ടോമിയാണ് കെട്ടാറ്. ഓക്കെ, കെട്ടാതിരുന്നാതിരുന്നു. അതാണുള്ളൂ, വയനാട് കെട്ടാറുള്ളത്. ഇത്രയും പേരിൽ സത്യം പറഞ്ഞ ഒരാളുള്ളൂ. നല്ലൊരു കൈയ്യെടുത്ത് കേട്ടാ, നല്ലൊരു കൈയ്യെടുത്ത്. സത്യം പറഞ്ഞ ഒരാളുള്ളൂ കൂട്ടത്തില്. ആത്മാർത്ഥമായിട്ട് നമ്മള് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് വലിയൊരു ചോദ്യമാണ്. ദൈവത്തെ ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചത്? നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഇതിന്റെ അവസാനം വരുന്നതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തെ നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥം പലപ്പോഴും ദൈവസ്നേഹത്തെ അമ്മയുടെ സ്നേഹവുമായി അല്ലേ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അമ്മയുടെ സ്നേഹവുമായിട്ട് അല്ലേ? എവിടെ കിടക്കുന്നത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് നടക്കാനാകുമോ അല്ലേ? യെശയ്യാവ് 49:15-16 തിരുവചനങ്ങളിലാണ് അല്ലേ? അപ്പൊ അവിടെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, അങ്ങനെ ഒരമ്മയ്ക്കും തന്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റത്തില്ല അല്ലേ? പറ്റത്തില്ല. ഇനി അങ്ങനെ മറന്നാൽ, ഉപേക്ഷിച്ചാൽ, ആ കുഞ്ഞിനെ വകവരുത്തിയാൽ പോലും ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. കാരണം എന്താ? നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരമ്മ തന്റെ കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് അല്ലേ? എവിടെയത്? വൈറ്റിലെ എറണാകുളത്ത് വലിച്ചെറിഞ്ഞ സംഭവം നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തമ്പുരാന്റെ വചനം പറയുന്നത്, ഒരമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചാൽ പോലും, മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. കാരണം എന്താ? കാരണം എന്താ? കാരണം നമ്മളെ സ്നേഹിക്കാൻ, ദൈവം നമ്മളെ ഇത്രയധികം സ്നേഹിക്കാൻ നമ്മൾ വിശുദ്ധരാണോ? ആണോ? ആണോ? നമ്മൾ ഇന്നും ദൈവത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരാ. നിമിഷം നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരാ, പല വിധത്തില്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട്. എന്നിട്ട് ഈ ദൈവം സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താ? ജപമാല ഇടയ്ക്ക് നമ്മൾ കേട്ടു വചനങ്ങളൊക്കെ. എന്തുകൊണ്ടാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് അല്ലേ? യോഹന്നാൻ 3:16 ദേവസ്വേട്ടൻ പറഞ്ഞ വചനം അല്ലേ? നമ്മൾ കേട്ടു എന്തുകൊണ്ടാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. റോമാലേഖനത്തിലേക്ക്, റോമാലേഖനം 5-ാം അധ്യായം, റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനത്തില് 6 മുതൽ വായിച്ചു. റോമ 5-ന്റെ അവിടെ ഒരു സംഭവം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആറാമത്തെ വാക്യമാണ്, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. ആർക്ക് വേണ്ടി വെച്ചു? നമുക്ക് വേണ്ടി മരിച്ചു. എന്നത് തുടർന്ന് മരിച്ചു. അവിടെയാണ് നീതിമാന് വേണ്ടി ഒരുവൻ മരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഒരു നീതിമാന് വേണ്ടി ഒരുവൻ മരിക്കാൻ പ്രയാസമാണ്. അപ്പോഴാണ് ഇവിടെ പാപിയായ എനിക്ക് വേണ്ടി, പരമപരിശുദ്ധനായ ദൈവം, പാപമില്ലാത്ത ദൈവം എനിക്ക് വേണ്ടി മരിക്കുന്നത്, എനിക്ക് വേണ്ടി മരിക്കുന്നത്. തുടർന്ന് വചനം വായിച്ച് എന്താ പറയുന്നത്? തുനിഞ്ഞെന്ന് വരാം. നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും ഒരുപക്ഷെ മരിക്കാൻ തുനിഞ്ഞെന്ന് വരാം. എന്നാൽ
ആയിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മളുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയത് എങ്ങനെയാ? ദൈവത്തെ തന്നെ പകത്ത് നൽകിക്കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ തന്നെ പകത്ത് നൽകിയത് എന്താ? ദൈവത്തെ തന്നെ പകത്ത് നൽകിയതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം തന്നെ പകത്തു, മുറിച്ചു. അവിടെ ദൈവത്തിന്റെ അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ അസ്തിത്വം അവിടെയുണ്ട്, സ്ഥായിയായിട്ട് അവിടെയുണ്ട്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? നമ്മളുള്ള സ്നേഹത്തെ പ്രതി തന്നെ മുറിക്കാൻ ദൈവം മനസ്സായി തീരുമാനിച്ചു. അങ്ങനെ മുറിച്ച് നൽകിയ ആ സംഭവമാണ് ഇവിടെ കുരിശിൽ നമ്മൾ കാണുന്നത്. ആ മുറിച്ച് നൽകിയ ദൈവത്തിന്റെ ആ സംഗതിയാണ് ഈ കുരിശിൽ കിടന്ന് പറയുന്നത്. അഥവാ മിശിഹായായി ഈ ഭൂമിയിൽ അവതരിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഇത്രയധികം ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇത്രയധികമായി ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു. യാതൊരു വ്യവസ്ഥകളുമില്ലാതെ, അല്ലെ? ഒരു കണ്ടീഷനും അവിടെ ഇല്ല. ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ ഒരു കണ്ടീഷനും ഇല്ല, അല്ലെ? യാതൊരു കണ്ടീഷനും ഇല്ല. നമ്മുടെ സ്നേഹത്തിന് എന്തുണ്ട്? കണ്ടീഷനുണ്ട്, വ്യവസ്ഥകളുണ്ട്, കണ്ടീഷനുണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ്, നമ്മളെല്ലാവരും കൈയുയർത്തി, ഞാൻ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്. നമുക്കാരോടെങ്കിലും മനസ്സ വാച കർമ്മണ, നമുക്കാരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ദേഷ്യമോ പ്രയാസമോ അസ്വസ്ഥതയോ വിദ്വേഷമോ വെറുപ്പോ പ്രതികാര ചിന്തകളോ ഉണ്ടോ? അടുത്ത ചോദ്യമാണ്. ആരോടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അസ്വസ്ഥത, അസൂയ, കോപം, ദേഷ്യം, പ്രതികാര ചിന്ത ആരോടെങ്കിലും നമുക്കുണ്ടോ? മനസാക്ഷിയെ മറച്ചു വെച്ച് പറയരുത്, സത്യസന്ധമായിട്ട് പറയുക. കർത്താവ് കേട്ടുകൊണ്ടിരിക്കുക. ഉണ്ടോ? ഇല്ലേ? ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യകുലത്തിൽ പറഞ്ഞ സർവ്വ എണ്ണത്തിനും അതുണ്ട്, ഇല്ലേ? എല്ലാവരെയും കർത്താവ് വിശ്വസിക്കാനായിട്ടാണോ നമ്മൾ സ്നേഹിക്കുന്നത്? കാണുന്നേ ആണോ? ഞാൻ വാങ്ങി തുറക്കാൻ വിഷമം. എന്നിട്ട് ആദ്യം കയ്യാൻ ഉയർത്തിയത്, അല്ലേ? ഒരു വചനം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:19-20, അല്ലേ? അതിന്റെ വന്ന് നോക്കി. 1 യോഹന്നാൻ 4:19-20 വായിച്ച്. 1 യോഹന്നാൻ 4:19-20. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. അവൻ ഈശോ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരാ? കള്ളനും കള്ളിയാണ്. ഓക്കെ, കള്ളം പറയുന്നു. ഓക്കെ, അടുത്തത് കാരണം. അതിന്റെ കാരണമാണ് കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വചനം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ വളരെ നോക്കിയേ, ശ്രദ്ധിച്ചേ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. തമാശല്ല, കളിയല്ല. വളരെ ഗൗരവത്തോടു കൂടി നിത്യത ലക്ഷ്യം വെച്ചാണ് എന്റെ ജീവിതമെങ്കിൽ, അണ്ടർലൈൻ, നിത്യത ലക്ഷ്യം വെച്ചാണ് എന്റെ ജീവിതമെങ്കിൽ
വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാളത്തെ പ്രഭാതം അല്ലേ? 50ഓളം മക്കള് കിടന്നുറങ്ങിയവരാ. അവരറിഞ്ഞോ തൊട്ടടുത്ത പ്രഭാതം ഞാൻ കാണുകയില്ല എന്ന്? കുവൈറ്റിലല്ലേ ഈ കഴിഞ്ഞ ദിവസം സുഖനിദ്രയില് ആ വിഷപ്പുക ശ്വസിച്ചാണ് ഏതാണ്ട് 48 പേരും മരിച്ചത്. 2 പേർക്കേ പൊള്ളലേറ്റിട്ടുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ല. സുഖമായ നിദ്ര അത് അന്ത്യനിദ്രയായി മാറി. നമ്മുടെ ജീവിതം ഇത്രത്തോളം ഉള്ളൂ. തൊട്ടടുത്ത നിമിഷം കുഴഞ്ഞു വീണ് പിടഞ്ഞ് തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം അല്ലേ? 10 മുതൽ 12 മുതൽ 25 മുതൽ 30 മുതൽ 50 മുതൽ 60 മുതൽ 70 വരെ 72 വരെയൊക്കെ ആയ മക്കളാണ് ഈ ഇരിക്കുന്നത്. 72 കൂടി പോയോ? അപ്പോ 72, 70, 50, 60 ഒക്കെ ആയിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് സ്വരുക്കൂട്ടി, നിത്യതയ്ക്ക് വേണ്ടി എന്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം ഞാൻ ഈ ലോകം വിട്ടു പോകേണ്ടി വന്നാൽ ഞാൻ എവിടെയും എന്റെ ആത്മാവെവിടെയും ചിന്തിക്കണം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഇനി നമ്മൾ ഭൗതികമായ കാര്യങ്ങളുടെ പുറകെ ഓടല്ലേ? അപ്പയും മാങ്ങയും ചക്കയും ഒക്കെ തമ്പുരാൻ തന്നോളും. അതാ മത്തായി 6:63. തന്നുകൊള്ളും, എല്ലാം തന്നുകൊള്ളും. വിശ്വസിച്ചാൽ മാത്രം മതി. തന്നുകൊള്ളും, ചേർത്ത് തന്നുകൊള്ളും. ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു വേദന ഇതാണ്. ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഓട്ടം. ആരാധന സമിതിയെ പറഞ്ഞിരുന്നു, യോമാന സമിതിയെ പറഞ്ഞിരുന്നു, തമ്പുരാൻ നോക്കുന്നത് അല്ലേ? തമ്പുരാൻ നോക്കുന്നത് എന്റെ ആത്മാവിന്റെ സുസ്ഥിതിയിലേക്കാ. ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ നെട്ടോട്ടം ഇത് എവിടെ ചെന്ന് അവസാനിക്കും? മക്കൾ എവിടെ ചെന്ന് അവസാനിക്കും? ഞാനും നിങ്ങളും ചിന്തിക്കണം. ഈ രാത്രിയില് ഇതാ നമ്മള് ഈ പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു നുറുങ്ങു വേദനയായി ഇത് കുത്തിയിറങ്ങട്ടെ. എന്റെ ആത്മാവിന്റെ സുസ്ഥിതിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്, തകർച്ചകളുണ്ട്, രോഗങ്ങളുണ്ട്. എല്ലാം അവിടെ നിൽക്കട്ടെ, എല്ലാം അവിടെ നിൽക്കട്ടെ. അതെല്ലാം ഒന്നും തമ്പുരാൻ എടുത്ത് മാറ്റത്തില്ല കേട്ടോ. തമ്പുരാൻ എടുത്ത് മാറ്റത്തില്ല. അതവിടെ നിൽക്കട്ടെ. അത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. റോമാലേഖനത്തിലെ ആദ്യത്തിൽ 5-ാം അധ്യായത്തിലാണോ? റോമാലേഖനത്തിന്റെ 5-ാം അധ്യായം 4-ാം വാക്യം വായിച്ച് എന്തിനു വേണ്ടി ഇതൊക്കെ തരുന്നത്? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? എന്താ വായിച്ചേ? കഷ്ടത, സഹനശീലം. കണ്ടോ മക്കളെ, എന്തിനാണ് ദൈവം കഷ്ടത അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തില്? സഹനത്തെ അതിജീവിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് തമ്പുരാൻ നമുക്ക് കഷ്ടത തരുന്നത്. എന്നിട്ട് പറയാം, ആ കഷ്ടത സഹനശീലം. ഇനി സഹനം എന്തിനാണ്? സഹനം എന്തിനാണ്? ആത്മധൈര്യത്തിന് വേണ്ടി. ഏത് സഹനത്തിനും പതറാതെ പിടിച്ചു നിൽക്കാൻ, സ്റ്റേനായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് സഹനം ദൈവം അനുവദിക്കുന്നത്. എന്തിനു വേണ്ടി? ആത്മധൈര്യത്തിന് വേണ്ടി. ആത്മാവിൽ ധൈര്യം ഉണ്ടാകണം. ായിട്ട് ഏത് സഹനത്തിന്റെയും തകർച്ച മുമ്പിൽ നമ്മൾ നിൽക്കണം. അതിനു വേണ്ടിയാണ് സഹനം ദൈവം അനുവദിക്കുന്നത്, ആത്മധൈര്യത്തിന് വേണ്ടി. ഇനി ഈ ആത്മധൈര്യം എന്തിനു വേണ്ടിയാ? കണ്ടോ ഈ ആത്മധൈര്യം എന്തിനു വേണ്ടിയാ? പ്രത്യാശയോടെ മുമ്പോട്ട് പോകാൻ. ടെൻഷനില്ല, നിരാശയില്ല, പ്രത്യാശയോടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ഈ ആത്മധൈര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടാ പറയുന്ന ഈ പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കില്ല. ഏത് പ്രത്യാശ? ഈ കഷ്ടതയിലൂടെ, ഈ സഹനത്തിലൂടെ, ഈ സഹനത്തിന്റെ തീച്ചൂളിലൂടെ കടന്നു വന്ന നിന്നെ ഒരിക്കലും
നിരാശ തളർത്തിക്കളയുകയില്ല. അതുകൊണ്ടാ പറയുന്നത് ഈ പ്രത്യാശ നിന്നെ നിരാശരാക്കില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തൊട്ടു മുമ്പ് നമ്മൾ ചിന്തിച്ച വിഷയമാണത്, അല്ലേ? നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ശക്തി എത്തുമെങ്കിൽ ഈ ഒരു പ്രോസസ്സിംഗ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ഒരു പ്രോസസ് നടന്നേ പറ്റൂ. അത് നല്ലൊരു ഉദാഹരണം തമ്പുരാൻ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുക. മക്കളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ സ്വർണം എങ്ങനെയാ ഒരുക്കുന്നത്, ശുദ്ധി ചെയ്യുന്നത് എങ്ങനെയാ? കേട്ടോ, ദൈവം നമ്മുടെ മുമ്പില് തുറന്നു വെക്കുക. മക്കളെ, സ്വർണം ജീവനില്ലാത്ത ഒരു വസ്തു, ഒരു കരവസ്തു, അതിനെ ഉരുക്കി അതിൽ നിന്ന് അശുദ്ധി മാറ്റി തനി തങ്കമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് സകലത്തിന്റെ തീച്ചൂളിയിലൂടെ കടന്നു പോകണം. അപ്പോഴേ അത് തനി തങ്കമായി മാറത്തുള്ളൂ, അല്ലേ? പ്രഭാഷകൻ 2:5. പ്രഭാഷകൻ 2:5. ആ വചനം ഒന്നും കേട്ടില്ല. ഇന്ന് വന്നില്ല, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇന്ന് വചനം വന്നില്ല. പ്രഭാഷകൻ 2:5, അല്ലേ? എന്നിട്ട് പറയും, ഇതുപോലെയാണ് മക്കളെ സഹനത്തിന്റെ കഷ്ടതയിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നീ തനി തങ്കമായി മാറുകയാണ്, നിന്നെ ഞാൻ മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ആരാധനയ്ക്ക് പോകുന്ന മക്കൾക്ക്, ലീഡ് ചെയ്യുന്ന മക്കൾക്ക്, ലീഡർമാർക്ക്, അയ്യോ ഓപ്പറേഷൻ നടന്നിരിക്കുന്നു, അയ്യോ കാലിന് വേദന, പുറം വേദന, നടുവേദന, ശ്വാസം മുട്ട്, കർത്താവ് നിന്നെ ഉരുക്കി വാർത്തെടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കില്ലാത്ത രോഗമൊന്നും ഞാൻ ഇന്ന് വരെ തമ്മിലോട് പറഞ്ഞില്ല, കർത്താവ് ഇതൊന്ന് മാറ്റി തരണമേ എന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സമയം വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊന്ന് മാറ്റി തരണമേ. അവിടെ ഇപ്പോഴും ഞാൻ നിൽക്കുമ്പോ ഈ ഇടതേകാലിന്റെ മുന്നൂരി ഇത്ര തോന്നും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൂചിക്ക് കുത്തുന്ന പോലെയാണ് കട്ടുകഴപ്പെടുന്നത്. ഞാൻ ഇത്രയും പ്രാർത്ഥന ഞാൻ പറഞ്ഞ കർത്താവേ, എന്റെ ആ വേദന ഒന്ന് മാറ്റി തരണേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ കർത്താവ് എന്റെ ഈ വേദന അനേകം ആത്മാക്ക രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈ ഓൺഗോയിങ് പ്രോസസ് ഇത് സംഭവിക്കാതെ നിനക്ക് നിത്യതയിലെത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമുക്കായി തീർക്കുന്ന സമയമായി അല്ലേ? അവസാനിപ്പിക്കാം. ഈ ഒരു ചിന്ത മാത്രം ഇന്ന് ആത്മാവ് ആദ്യമേ മുതൽ അവസാനം വരെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരുന്നത്. ഈ ചിന്ത നന്ന എപ്പോഴാണെന്നറിയാമോ? ഈ ചിന്ത വന്നത് ഇന്ന് 3:30 മണി സമയത്താണ്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണി സമയത്ത് ഒന്നും ഇല്ല, ബ്ലാങ്കാണ്, ടോട്ടലി ബ്ലാങ്കാണ്. ഒരു വചനം മനസ്സിലേക്ക് വരുന്നില്ല, ഒരു റെഫറൻസ് കിട്ടുന്നില്ല, ഒരു ചിന്ത വരുന്നില്ല. 3:30 മണി സമയത്താണ് പെട്ടെന്ന് പ്രാർത്ഥന ബൈബിൾ ഓർക്കുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക. ഇതിനെന്തോ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായി. അതാണ് പരിശുദ്ധാത്മാവ് ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു മേഖലയിലൂടെ തന്നെ നമ്മളെ കൊണ്ടുപോയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അതിന്റെ പരിപൂർണതയിൽ സ്നേഹിക്കാൻ കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അല്ലെ 12 തിരുവനന്തപുരം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈശോ പറയും, എങ്ങനെ സ്നേഹിച്ചേ? ജീവൻ തന്ന് സ്നേഹിച്ചു, ഇല്ലേ? പിന്നെ പറയുന്നുണ്ട്, അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്,
ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് പാലിച്ച് പറഞ്ഞേ ജോസഫ് അതിനൊക്കെ ഇങ്ങനെ ജയമാലേക്ക് പറഞ്ഞേക്കാലോ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ദൈവ കൽപ്പനകൾ പൂർണ്ണമായിട്ടും പാലിക്കുന്ന മക്കളായി നമ്മൾ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്കും സ്നേഹിക്കാൻ കഴിയും. ഒരു വചനം നമ്മൾ പൂർത്തിയാകും. യോഹന്നാൻ 15:12 ആ വചനം നമ്മൾ പൂർത്തിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ ഉത്തരോത്തരം വളരാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വചനം നമ്മുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും ആലേഖനം ചെയ്തു വയ്ക്കുക, സംഗ്രഹിച്ചു വയ്ക്കുക പരിശുദ്ധമയെ പോലെ. അപ്പോൾ നമുക്ക് ദൈവസ്നേഹത്തിൽ ഉത്തരോത്തരം വളരാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമുക്ക് അടുത്ത ആരാധനയിൽ ഈ വചനങ്ങളും ഈ ഉൾക്കാഴ്ചകളും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനും ദേവന്മാരുടെ നമുക്ക് രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാനും പറ്റും. ഹല്ലേലൂയ. എന്ന് ഞാൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ആരാധനയിൽ കേട്ട ചില ഭാഗങ്ങളൊക്കെ അല്ലേ, കഴിഞ്ഞ ആരാധനയിൽ നമ്മൾ പറഞ്ഞ ചില ഭാഗങ്ങളൊക്കെ അല്ലേ, DCC പ്രത്യേകിച്ച് ദേവന്മാരിലേക്കോ കണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലേ? അത് ആ വചന കൃത്യത്തിൽ ഏറ്റെടുത്തു. ഓരോ ആരാധനയും വെറുതെ കൂടി ആ അന്നേരത്തെ ഒരു സന്തോഷം, ഒരു കയ്യടി, ഒരു ചിരിയും അത് കഴിഞ്ഞ് ചെറു കഞ്ഞിയും കുടിച്ച് പോകാന്നുള്ളതല്ല. അതല്ല, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഇവിടെ പറഞ്ഞ കാര്യങ്ങള് ഹൃദയത്തില് മുദ്രണം ചെയ്യണം, പതിപ്പിക്കണം. എന്നിട്ട് അടുത്ത ആരാധനകളിൽ അത് പുറത്തേക്ക് പറയണം. എങ്കിലാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് നമ്മൾ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പെട്ടെന്ന് ഇരിക്കാൻ നമുക്ക്